ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. അപ്പോൾ ആദ്യം ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ നന്നായിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പനീറും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് വേണം, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതെല്ലാം ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമ്മൾ ഈ കട്ട്ലേറ്റിന് അവൽ പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബ്രെഡ് ക്രംസിന് പകരം ബ്രെഡ് ക്രംസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മളിവിടെ കുറച്ച് മൈദ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിലായാലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഈ പനീർ നമുക്കൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. എരിവൊക്കെ ആവശ്യാനുസരണം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ എരിവും നമ്മുടെ ആവശ്യാനുസരണം ചേർത്താൽ മതി. കുട്ടികൾക്കും കൂടെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ എരിവൊക്കെ കുറച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി
ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ടാക്കാം. അപ്പോൾ ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദാമാവിൻ്റെ ആ മിക്സിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അവിൽപ്പൊടിയിലേക്ക് ഇതിട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ളതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മറിച്ചും തിരിച്ചും ഇട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണിത്. നമ്മൾ ഈ ബ്രെഡ് പൊടിക്ക് പകരം അവിൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും.